അപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അപ്പോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സാധനം കൂടി നമുക്കിതിൽ എടുക്കാണ്ട് ദുബൈയിൽ പോയിട്ട് വരാമെന്നുള്ളതിലാണ്. അപ്പം അതിൻ്റെ കാഴ്ചകളാണെന്ന് പറഞ്ഞത്. അതിൽ ക്യാഷ്യർ വേക്കൻസി ആണെന്ന് പറഞ്ഞത്. നമുക്ക് വേറെ ആരോടും ഹെൽപ്പൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിൽ പുള്ളിയാണ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാസ്പോർട്ടിൻ്റെ ഒരു ബാഗും കൂടിയുണ്ട്. ആ ബാഗ് അപ്പോൾ ഓക്കെ ബൈ, സി യു. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. എല്ലാവർക്കും ലത്തി വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക്. സോ നമ്മളുള്ളത് നമ്മളെ വീട്ടിലാണ്. നമ്മളൊന്ന് ദുബൈയിൽ പോയിട്ട് വരാമെന്നുള്ളതിലാണ്. അപ്പം അതിൻ്റെ കാഴ്ചകളാണ് നമ്മളെ വീഡിയോയിലുണ്ടാവുക. പെട്ടെന്നുള്ള ഒരു യാത്രയായിരുന്നു. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ അവിടെ പോവാം. ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ, കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് തപ്പിപ്പിടിച്ച് വെക്കാറുണ്ട്. അപ്പം അതൊക്കെ നോക്കിയിട്ട് ടൈമുണ്ട്, ഇനി കുറച്ചും കൂടി ടൈമുണ്ട്. അപ്പോൾ ആ ടൈം വരെ നമുക്ക് അവിടെ ഇരുന്നിട്ട് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, താഴെ പോണില്ലല്ലോ. ഓക്കെ, ഈ ബാഗൊന്ന് നമുക്ക് താഴെ പതുക്കെ കേൾക്കാം. നമ്മൾ മൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്, കേൾക്കൂല, ലൈറ്റ് ഉണ്ട് വീണോ. അപ്പോൾ കുറച്ച് സാധനം കൂടി നമുക്കിതിൽ എടുക്കാണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. പിന്നെ കുറച്ചും കൂടി ടൈം ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടുള്ളത്. ഒരു മിനിറ്റ്. അപ്പം ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളൊന്ന് ദുബൈയിലല്ല ഷാർജയിലേക്കാണ് പോണത്. അപ്പോൾ ഷാർജയിലേക്ക് പോയിട്ട് അവിടുന്ന് വേറൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഷാർജയിലേക്കാണ് നമ്മൾ ടിക്കറ്റ് വരുന്നത്. അപ്പോൾ ടിക്കറ്റ് ചാർജും അതേപോലെ തന്നെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, കോട്ടക്കലുള്ള ഹുസ്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം പുള്ളിക്കാരനാണ് നമ്മളെ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് കേട്ടോ. പെട്ടെന്ന് തന്നെ ആയതുകൊണ്ട് അവർ ആദ്യം നമ്മളോട് പറഞ്ഞത്, പിന്നെ നല്ല വേർക്കുണ്ട്, പിന്നെ ആദ്യം പറഞ്ഞത് ടിക്കറ്റ് വിസ എല്ലാം അവർ ഇത് ചെയ്യുന്നുള്ളതാണ്. പക്ഷേ അവർക്ക് അവിടെ ആളില്ലാത്തതുകൊണ്ട് ഈ വർക്കിൻ്റെ ഇതിനാണ് പോണത്, വിസിറ്റ് വിസയാണ്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് 3 മാസം 2 മാസമായിട്ട് കഴിഞ്ഞാൽ അവരത് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽ വരുന്നത്. ഒരു മിനിറ്റ്, നമുക്ക് കുറച്ചും കൂടി ടൈം ഉണ്ടായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് റെഡിയായി വന്ന് ഇരിക്കേണ്ട. അപ്പം പോകാനുള്ള ബാഗും അതേപോലെ തന്നെ പെട്ടിയും എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പാസ്പോർട്ട് വിസ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ഒന്നും കൂടി കൺഫേം ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ക്ലിയർ ആണ്. അപ്പം നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ് ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളതിൽ. അപ്പോൾ ആളുകളൊക്കെ വരാൻ തുടങ്ങുന്നുള്ളൂ, പെങ്ങന്മാരൊക്കെ വരാനുണ്ട്, അവരൊക്കെ വരും, കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാമെന്നുള്ളത്. കുട്ടികളെല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അലമ്പാവും. അപ്പം സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വേർക്കുന്നുണ്ട്. അപ്പോൾ എവിടേക്കാന്ന് വെച്ചാൽ നമ്മൾ പോണത് ദുബൈയിലേക്കാണ്, ഷാർജയിലേക്കാണ് കേട്ടോ. ഷാർജയിലേക്കല്ല നമ്മളെ ഇത് വരുന്നത്, വർക്ക് വരുന്നത് ശരിക്ക് ഷാർജയിലല്ല, വേറെ ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഷാർജ എയർപോർട്ടിലേക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ഷാർജ എയർപോർട്ടിൽ. അപ്പം ഷാർജ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് വേണം നമുക്ക് മാറി കയറാൻ. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അവിടെ ചെന്നിട്ട് എന്താവും എന്നുള്ളതൊന്നും അറിയില്ല. ഈ ഒരു ഓഫർ വന്നിട്ടുള്ളത് എൻ്റെ മാമൻ്റെ മോള്, അതായത് എൻ്റെ കസിൻ്റെ ഇതിലാണ് വന്നിട്ടുള്ളത്. നമ്മളെ സിസ്റ്ററിൻ്റെ കെയർ ഓഫിൽ വന്നൊരു വേക്കൻസിയാണ്. അപ്പം അതിനാണ് നമ്മൾ പോണത്. അപ്പം അവരെ കെയർ ഓഫിലുള്ളതാണ്. നമ്മളൊരു എന്തോ ഒരു ബന്ധം ഉണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ അങ്ങനെ വിളിച്ച് ഇങ്ങനെ ഒരു ഓഫർ ഉണ്ടെങ്കിൽ പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാമെന്നാണ്. പുള്ളിക്കാരത്തേക്ക് വേറെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എന്നോട് ഇങ്ങനെ ഓഫർ ഉണ്ട് കണ്ടപ്പോൾ ഞാനും ഏതായാലും ഒന്ന് പോകാമെന്നുള്ളതിലായിരുന്നു ആണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. അപ്പോൾ ഒരു ടിക്കറ്റ് വിസ കാര്യങ്ങളെല്ലാം അവർ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നായതുകൊണ്ട് വിസ അവർ അയച്ചിട്ടുണ്ട്. ടിക്കറ്റ് നമ്മളോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് നമ്മൾ പെട്ടെന്ന് എടുക്കാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. സാമ്പത്തികമായിട്ടുള്ള കുറച്ച് ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഉസ്നു എന്ന് പറഞ്ഞിട്ട്, കോട്ടക്കലാണ്. പുള്ളി ഇങ്ങനെ ട്രാവൽസ് കാര്യങ്ങളൊക്കെ ഉള്ള പുള്ളി ആ ടൈമിനാണ് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പുള്ളിനോട് ഞാൻ കാര്യം പറഞ്ഞു. പുള്ളി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അവിടെ നിന്ന് ചെയ്യാമെന്നാണ്. അങ്ങനെ പുള്ളിക്കാരനാണ് നമുക്ക് ടിക്കറ്റ് എടുത്തു തന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ആ ടിക്കറ്റിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേമാതിരി പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ മൂപ്പരെ നമ്പർ കൊടുക്കാം, പിന്നെ കോൺടാക്ട് ചെയ്യുകൊണ്ട്. നല്ല ഒരു ഇതാണ്, എല്ലാ ഡീറ്റെയിലും നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ആൾ എല്ലാ കാര്യങ്ങളും.
അപ്പം ഇത്രയും കാര്യങ്ങളാണ്. അവിടെ ചെന്നിട്ട് ഈ ഒരു മിനിറ്റ് ഇതിലൊരു സാധനം എടുത്ത് വെക്കാൻ മറന്നോന്നൊരു. അപ്പം ഇതിനൊരു ഇത് വേണം, അത് പുട്ട് വേണ്ടിയും തോന്നുന്നു. ഇത് നമ്മളെ ഹാൻഡ് ബാഗായിട്ട് യൂസ് ചെയ്യാന്നുള്ളതിലാണ്. ഇതിലാണ് നമ്മളെ ലഗേജ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ളത്. അപ്പം ഇതിൽ ഓക്കെയാണ് സംഭവം. എന്താ പറയുക, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ ടൈം കുറച്ചും കൂടിയൊക്കെ ആയി കഴിഞ്ഞ് നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് എയർപോർട്ടിൽ, കാലിക്കറ്റ് എയർപോർട്ടിൽ പോകും. നമ്മളെ നാട്ടിൽ തന്നെയുള്ള ജാഫ്രാഖാൻ്റെ വണ്ടിയിലാണ് പോണത്. അപ്പം ജാഫ്രാഖാനെ വിളിച്ചിട്ടുണ്ട്, ഫാമിലി എല്ലാവരും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഉണ്ടാവും. അപ്പം ഞാനും എല്ലാവരും കൂടി ഉണ്ട് കരിപ്പൂരിൽ പോകും. കരിപ്പൂരിൽ നിന്ന് പുലർച്ചെയാണ് അവിടെ ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. പുലർച്ചെ 2 മണിക്കാണ് അങ്ങനെ എന്തോ ആണ് ടൈം പറഞ്ഞത്. അപ്പോൾ അവരവിടുന്ന് പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ ഫസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആളില്ല എന്നുണ്ടെങ്കിൽ പണിയാവും. പിന്നെ രാത്രി ആകുമ്പോൾ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടല്ലേ, അങ്ങനെയൊക്കെ. പിന്നെന്താണ്, അപ്പം അവിടുത്തെ വേക്കൻസി എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ചെറിയൊരു തട്ടുകട മാതിരത്തെ ഒരു സെറ്റപ്പാണെന്ന് പറഞ്ഞു. അതിൽ ക്യാഷ്യർ വേക്കൻസിയാണെന്ന് പറഞ്ഞത്. അപ്പം ക്യാഷ്യർ വേക്കൻസിയാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാലറി പാക്കേജ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എന്താ പറയുക, നമുക്ക് വിസ അടിക്കും. വിസ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ 3 മാസം കഴിഞ്ഞാൽ നമ്മുടെ സാലറിയിൽ ഇമ്പ്രൂവ് ഉണ്ടാവും. പിന്നെ അവിടുത്തെ മൊത്തത്തിലൊന്ന് കാര്യങ്ങളൊക്കെ നോക്കാന്നുള്ളത്. പിന്നെ മലയാളീസിൻ്റെ തന്നെ ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇതൊരു ലേബർ ക്യാമ്പിൻ്റെ അകത്താണെന്നാണ് പറഞ്ഞത് ഈ ഒരു സ്ഥാപനം വരുന്നത് കേട്ടോ. അപ്പോൾ ലേബർ ക്യാമ്പിൻ്റെ അകത്തായതുകൊണ്ട് കുറേ മലയാളീസൊക്കെ ഉള്ള ഏരിയ തന്നെയാണ്. പിന്നെ നമ്മളെ ഈ പിന്നെ വലിയൊരു സിറ്റി പോലത്തെ സ്ഥലത്തൊന്നുമല്ല ഈ ഒരു സ്ഥാപനം ഉള്ളത്. അപ്പോൾ അവിടെ ആയതുകൊണ്ട് നമുക്ക് വല്ലാതെ ഇങ്ങനെ എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റൂല. അപ്പം നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ ഇത് ചെയ്യാന്നുണ്ട്. പിന്നെ 10 മണിക്കൂറാണ് വർക്ക് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ വെള്ളിയാഴ്ച ജുമാൻ്റെ ആ ഒരു ഇതിന് നമുക്ക് ലീവ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ലാത്ത ലീവില്ല. പൊതുവേ ഈ ഹോട്ടൽ ഫീൽഡൊന്നും ഗൾഫിൽ ലീവ് ഉണ്ടാവില്ല. ഗൾഫിലും ഇവിടെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഗൾഫിൽ ഹോട്ടൽ, അതേപോലെ തന്നെ നമ്മളെ ഈ ഗ്രോസറി ഇല്ല, ഈ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും ലീവ് ഉണ്ടാവില്ല. ഫുൾ ടൈം വർക്ക്. ഇവിടുന്ന് കയറിയത് മുതൽ അവിടെ ഇറങ്ങുന്ന വരെ വർക്കാണ്. പിന്നെ അറിയുന്ന ആയതുകൊണ്ട് എനിക്ക് വലിയൊരു ടെൻഷനൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു ഗൾഫ് പോണതിൻ്റെ ഒരു ഇത്. അവിടെ ചെന്ന് നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, നമ്മളും അവരും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വിസ അടിക്കും. നമ്മളവിടെ 2 വർഷം നിൽക്കാന്നുള്ള സെറ്റപ്പിലാണ് പോണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ നിന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെന്താണ് വേറെ, ഇനിയിപ്പോൾ ഒരുവിധം എല്ലാ സംഭവങ്ങളൊക്കെ സെറ്റ് ഇവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. പാസ്പോർട്ടിൻ്റെ ഇതിൻ്റെ ഇത് ഉള്ളിൽ നിന്നിട്ട് വന്നു. പാസ്പോർട്ടിൻ്റെ ഒരു ബാഗും കൂടിയുണ്ട്. ആ ബാഗ് ഇതിലാണോ ഇനി ഇതിൽ വെച്ചോ എന്നുള്ളത് അറിയില്ല. അപ്പം നോക്കണത് നോക്കിയാൽ ഇത് നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിലാവാൻ സാധ്യതയില്ല. ചിലപ്പോൾ ഇത് ലോക്ക് ചെയ്തിട്ടില്ല. ഇത് നമുക്ക് എന്തെങ്കിലും സാധനം എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാമെന്നുള്ളതിൽ അങ്ങനെ സെറ്റ് ചെയ്തതാണ്. പിന്നെന്താ പറയുക, അപ്പോൾ അതിലുണ്ടാവേണ്ടതാണ്. ഏതായാലും നോക്കാം. അപ്പോൾ എൻ്റെ ഗൾഫ് പോണതിൻ്റെ ആ ഒരു ഡീറ്റെയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു സംഭവം സത്യം പറഞ്ഞാൽ ഞാൻ ഗൾഫ് പോകണില്ല. നിങ്ങളെ ചീറ്റ് ചെയ്തതല്ല. ഇതാണ് എനിക്കൊരു 2 വർഷം മുന്നേ, കൊറോണൻ്റെ ആ ടൈമിലാണ് ഞാൻ ആക്ച്വലി ഗൾഫ് പോയിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു കസിന് ഇതേപോലെ എനിക്കൊരു ഓഫർ തന്ന്. അപ്പം പുള്ളിക്കാരത്തി ഒന്നും അറിയില്ല കേട്ടോ, പാവാണ്. പിന്നെ നമ്മൾ നല്ല കണക്ഷനുള്ള നമ്മളെ മാമൻ്റെ മോളാണ്, എൻ്റെ സിസ്റ്റർ എന്ന് പറയും. ആ പുള്ളിക്കാരത്തിൻ്റെ കെയർ ഓഫിൽ വന്നൊരു വേക്കൻസി. അപ്പോൾ ഈ ഒരു കാര്യം നേരത്തെ പറഞ്ഞ സംഭവമൊക്കെയാണ് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ ഒരു 2 വർഷം മുന്നേ ഷാർജയിൽ പോയിട്ട് ഉമ്മുൽഖുവൈൻ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു എനിക്ക് വർക്ക്. അപ്പോൾ അന്ന് ഞാൻ വേറെ ഒരു ഇതിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പം ആ ഒരു വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഞാൻ കോട്ടക്കൽ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു മാസം ആയിട്ടില്ലായിരുന്നു. ഇഹം ഡിജിറ്റൽ എന്ന് പറഞ്ഞിട്ട് കോട്ടക്കൽ മലബാർ ഗോൾഡിൻ്റെ അവിടെ ഒരു കസ്റ്റമർ സർവീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു മാസമല്ല, ഒരു 22 ദിവസമായിട്ടാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അപ്പോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ പോരേന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ നല്ലൊരു വേക്കൻസിയാണ് പറഞ്ഞത്. 2000 ദിർഹം സാലറി, ഫുഡ്, അക്കോമഡേഷന്, പിന്നെ 10 മണിക്കൂർ വർക്ക്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ
ഓക്കെ പറഞ്ഞതും പിന്നെ അതേമാതിരി വിസ അവർ എടുത്തു തരും, അതേമാതിരി ടിക്കറ്റ് എടുത്തു തരും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ലാസ്റ്റ് സ്റ്റേജിൽ ഒരു ടിക്കറ്റ് എടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് കയറാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഹുസ്നി മുബാറക്ക് എന്നാണ് ആളെ പേര്, ഞാനെപ്പോഴും ഹുസ്നി ഹുസ്നി എന്നാണ് വിളിക്കൽ. നമ്മളെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് കേട്ടോ, പറയാതിരിക്കാതെ വയ്യ. പിന്നെ അപ്പം പുള്ളിക്കാരനാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഉണ്ടായതുകൊണ്ട് നമുക്ക് വേറെ ആരോടും ഒന്നും ഹെൽപ്പൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ പുള്ളിയാണ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എന്നിട്ട് ഞാൻ പോയി ഷാർജ പോയിട്ട് അവിടുന്ന് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരെ കസിന് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫ്ലൈറ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റ് ലേറ്റ് ആയ കാരണം കൊറോണൻ്റെ ഒരു സിറ്റുവേഷൻ ഉള്ള ടൈമിനാണ് ഞാൻ ഇവിടുന്ന് പോണത്. കൊറോണ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിലായതുകൊണ്ട് ഫ്ലൈറ്റിന് അവർക്ക് എന്തോ ഒരു ഇതായിട്ട് ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ നല്ല നേരം വൈകി. പിന്നെ എൻ്റെ ഫ്ലൈറ്റിൽ എൻ്റെ കൂടെ നിലമ്പൂരുള്ള ഒരു ഫാരിസ് എന്ന് പറഞ്ഞൊരു പയ്യുണ്ട്. അവനും ഫസ്റ്റാണ്, ഞാനും ഫസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനൊക്കെ കുറച്ചൊരു ഈസി ആയിരുന്നു കാര്യങ്ങൾ. രണ്ടാളും ഒരേ ഫീൽഡിലാണ് പോകുന്നത്. ഞാനും നാട്ടിൽ നിന്ന് വിട്ട് പോണ ആ ഒരു ടെൻഷൻ അവനക്കും ഉണ്ടായിരുന്നു ആ ഒരു ഇത്. പിന്നെ രണ്ടാളും ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്, അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു നമ്പറിൽ നിന്ന് വിളിച്ചാൽ മതി, ആൾ വരുന്നുണ്ട്. പക്ഷേ ഞാൻ 3:30 മണിക്കൊക്കെയാണ് അവിടെ ലാൻഡ് ചെയ്തത്. പക്ഷേ ആരും വന്നില്ല എന്നെ വിളിക്കാൻ. അപ്പോൾ പുള്ളി ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഉറക്കിൽ പെട്ടുപോയി, ഇനി ഇവിടുന്ന് ഷാർജയിൽ എയർപോർട്ടിൽ വരാൻ കുറച്ച് ടൈം ആവും. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് അങ്ങനെ ഞാൻ ടാക്സിക്കാരനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളി അത് ഗൂഗിൾ ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ ആ റൂട്ടിൽ പോയി. സത്യം പറഞ്ഞാൽ ഒരു കള്ള ടാക്സി ആയിരുന്നു കേട്ടോ, എനിക്ക് അറിയില്ലായിരുന്നു അതിൻ്റെ ഇതൊന്നും. നമ്മൾ വിചാരിച്ചു ഇവിടത്തെ പോലെ ഒന്നല്ല, അവിടെയൊക്കെ നല്ല ജെന്യൂൻ ആയിട്ടാവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. അവിടെ ചെന്ന് അന്ന് രാത്രി ഞാൻ അവരെ ഫ്ലാറ്റിൽ താമസിച്ചു. അന്ന് രാത്രി ഞാൻ അവരെ ഫ്ലാറ്റിൽ താമസിച്ച് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഒരു ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു, അവിടുത്തെ ഒരു ഉമ്മ കാര്യങ്ങൾ എല്ലാവരുമായിട്ട് നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ കിടക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ തന്ന് ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചതായതുകൊണ്ട് എനിക്ക് വലിയ വിശക്കുന്നൊന്നുമില്ലായിരുന്നു. പിന്നെന്താ പറയുക, അങ്ങനെ എന്നിട്ട് രാവിലെ എന്നോട് പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് രാവിലെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇവരെ മോനും വാപ്പി ഉമ്മി പിന്നെ വേറെ 2 പാർട്ട്ണർമാരുമാണ് ആ സ്ഥാപനത്തിനുള്ളത്. അങ്ങനെ ഉമ്മുൽക്കോയിൻ എന്ന് പറഞ്ഞ സ്ഥലം, ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലം കേൾക്കുന്നതിന്. ഞാൻ വിചാരിച്ചു ഉമ്മുൽക്കോയിൻ എന്ന് പറഞ്ഞത് ഈ ഷാർജന്റെ ഒരു പാർട്ടായിട്ടുള്ള സ്ഥലമാണെന്നാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഉമ്മുൽക്കോയിൻ എന്ന് പറഞ്ഞാൽ എമിറേറ്റ്സ് 7 എമിറേറ്റ്സിൽ ഒരു എമിറേറ്റ്സ് ആണ് കേട്ടോ. ഞാൻ അവിടുന്ന് ഒരു മാസമായിട്ടാണ് എനിക്ക് ആ സംഭവം എന്താ പറയുക ശരിക്കും ക്ലിയർ ആയത്. എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ അത് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഓരോ ആൾക്കാർ പറഞ്ഞിട്ട് നീ ഈ ഉമ്മുൽക്കോയിൻ എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ അവിടെ എത്തിയതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ അറിയുന്നത്. ഇതൊരു ശരിക്കൊരു നമ്മൾ അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആണ്. തീരെ ഒരു ഡെവലപ്പിംഗ് ഇല്ലാത്ത ദുബായിൻ്റെ ഒക്കെ ഗോഡൗൺ എന്ന് പറയാം, അങ്ങനത്തെ ഒരു ഏരിയയാണ് ഈ ഉമ്മുൽക്കോയിൻ. അങ്ങനെ ആ സ്ഥലത്താണ് പിന്നെ ഉണ്ടായിരുന്നത് നമ്മളെ അത്. അങ്ങനെ എന്നിട്ട് അവിടെ ചെന്ന് അവിടെ അക്കോമഡേഷൻ കാര്യങ്ങളൊന്നും ഓക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് നമ്മളെ ഹോട്ടൽ വരണം. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ഹോട്ടൽ തന്നെയാണ്. അതിൻ്റെ ക്യാഷ്യർ വിത്ത് മാനേജർ പോസ്റ്റിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മളെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. അപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ ഞാൻ അന്ന് ആ ടൈമിൽ ഒരുപാട് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് യൂട്യൂബ് ഒന്നും ഇല്ലെങ്കിലും നമ്മളിങ്ങനെ ഓരോ യാത്രയിൽ പോകുമ്പോഴൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് വെക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട് പൊതുവെ. വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് വെക്കും. പിന്നെ എനിക്ക് യൂട്യൂബ് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ മൈൻഡിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ, പുറത്ത് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ലേനി. അത് എന്താ പറയുക, ആരും അങ്ങനെ ഒരു സപ്പോർട്ടും ഇല്ലേന്. അപ്പം ഞാൻ എന്ത് പണിയത്, അത് കുറച്ച് വീഡിയോസ് അങ്ങനെ എടുത്ത് വെച്ച്. അപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറേ ഇങ്ങനെ വിചാരിക്കുന്നത്. പിന്നെ ഇങ്ങനെ നീണ്ടു പോകും. പിന്നെ 2 വർഷമായി ഞാൻ ആ ടൈമിൽ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അതിലുള്ള കുറേ വീഡിയോസ് ഉണ്ട്, ഞാൻ പോണതും പിന്നെ അവിടെ നിന്നുള്ള ഹോട്ടലിൻ്റെതും. അതേപോലെ തന്നെ അവിടെ നിന്ന് എനിക്ക് ഒരു ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഒരു ട്രാജഡി ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കാണാൻ എനിക്ക്. അപ്പോൾ അത് ആ ടൈമിൽ എനിക്ക് ആ വീഡിയോ കിട്ടിയിട്ടില്ലായിരുന്നു. അത് പിന്നീടാണ് അത് ഇതിൻ്റെ ഫുട്ടേജ് ഇങ്ങനെ കിട്ടിയത്. പിന്നെ എന്തായിരുന്നു, പിന്നെ ഞാൻ ദുബൈക്ക് പോയിട്ടുണ്ടായിരുന്നു. ദുബൈയിലത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്, അതും ഇതേമാതിരി കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ അടുത്ത ദിവസങ്ങളിലായിട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാമെന്നുള്ളതിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ 2025 ആവാനായില്ലേ, അപ്പോൾ അതിന് മുന്നായിട്ട് ഇത് അപ്ലോഡ് ചെയ്യാമെന്നുണ്ട്. പിന്നെ ഈ ബോക്സ്, ഈ ഒരു പെട്ടി ഞാൻ എൻ്റെ ക്യാഷ് ആയിട്ട് അവിടുന്ന് സാലറി ആയിട്ട് വാങ്ങിച്ചാണ് കേട്ടോ. അടിപൊളിയില്ല. ഇതിൽ ഇപ്പോൾ സാധനം കാര്യമായിട്ടൊന്നുമില്ല, പിന്നെ ടാഗൊക്കെ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ അവിടെ റൂം ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഇപ്പം ഇന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ചെയ്യാന്നുള്ളത് ഓർമ്മ വന്നത്. സത്യം പറഞ്ഞാൽ ഇന്നൊരു യാത്ര പോവുകയാണ്. അപ്പോൾ യാത്ര പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതുകൊണ്ടാണ് ഈ ഡ്രസ്സും ഇതൊക്കെ മാറ്റിയത്. അപ്പോൾ ഈ ഒരു ഇതും കൂടി കാണിക്കാന്നുള്ള ബാഗ് നമ്മൾ പോകാനുള്ള പാക്ക് ചെയ്താണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാന്നുള്ളതിൽ ഇങ്ങനെ ഇരുന്നതാണ്. അപ്പം അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നത്. അതേപോലെ തന്നെ കൊറോണ ടൈമിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് അധികം വീഡിയോ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വലിയൊരു എക്സ്പീരിയൻസ് ഒന്നുമില്ല, അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു. അപ്പം വീഡിയോ കാണുക, അതിൽ അഭിപ്രായങ്ങളൊക്കെ പറയാം. അന്ന് നമുക്ക് യൂട്യൂബിൻ്റെ ഒരു ഐഡിയ ഇല്ലാതെ ചെയ്ത വീഡിയോസാണ്.
അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട്, അപ്പം എനിക്കൊരു എന്താ പറയുക, പോയതിൻ്റെ ആ ഒരു മെമ്മറി നിങ്ങളെ കാണിക്കാമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടും ചെയ്യുകയാണ്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക, പിന്നെ അഭിപ്രായങ്ങളൊക്കെ പറയാം, പിന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ ആ ദുബായിൽ ആ ഭാഗത്ത് അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പോയ സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും കേട്ടോ. വീഡിയോയിലുള്ളതും ഇപ്പോഴത്തെ ദുബായും ഒക്കെ നല്ല മാറിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ആൾക്കാരൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ കുറേ ആൾക്കാർ നമ്മളെ അവിടുത്തെ പരിചയമുള്ള നമ്മളെ റൂമിലൊക്കെ ഉണ്ടായിരുന്ന ചങ്ക് ബ്രോസുകളൊക്കെ ഉണ്ട്, അടിപൊളിയായിരുന്നു റൂമിലത്തെ വൈബൊക്കെ. അതൊക്കെ വീഡിയോയിൽ വരും, കാണണം. സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം, എല്ലാ വീഡിയോയും കാണാം, ഓരോന്ന് കമൻസ് ഒക്കെ ചെയ്യാം. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്ത ദിവസം മുതൽ ആ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും. അതിൻ്റെ ഇടയിൽ നമ്മൾ നാട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യും, അർജൻറ്റുള്ളതാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ, സി യു.